ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബൊഗൻവില്ലയിൽ ഗംഭീര രീതിയിലുള്ള ഓഫറുകളാണ് തരാനായിട്ട് പോകുന്നത് കേട്ടോ. ആർക്കും വിശ്വസിക്കാവുന്നതിലും അപ്പുറത്തേക്കുള്ള ഓഫറുകളാണ് വരുന്നത്. ആ ഓഫർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് വെബ്സൈറ്റ് വഴിയാണ് ചെയ്യേണ്ടത്. വെബ്സൈറ്റിലാണ് നമ്മുടെ ഓഫറുകൾ. ഓരോ ആഴ്ചയും നമ്മൾ ഓരോ ഓഫറുകളായിരിക്കും. ഇപ്പം നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഓഫർ എന്ന് പറയുന്നത് ഈ വെള്ളിയാഴ്ച വരെ പൂക്കളോട് കൂടിയിട്ടുള്ളതും അതുപോലെ നിയറസ്റ്റ് ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റ്സിന് ഫ്ലാറ്റ് റേറ്റ് 200 രൂപ മാത്രം. അപ്പോൾ അതുപോലെ തന്നെ ചെറിയ സൈസിൽ വരുന്ന പ്ലാന്റ്സിൻ്റെ ഓഫറുകളും നമ്മൾ വരും ദിവസങ്ങളിൽ, അതായത് കറക്റ്റ് വെബ്സൈറ്റുകൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് പോകുന്ന ആൾക്കാർക്കാണ് ആ ഓഫറിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഓരോ ആഴ്ചയും തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയാണ് നമ്മൾ ഓരോ ഓഫർ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി കാര്യമായിട്ടുള്ളൊരു വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ ഓരോ അപ്ഡേഷനും പറഞ്ഞിട്ട് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റ് അത് എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ നമുക്ക് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാം എന്നതിനെയും കൂടി പറ്റിയിട്ടുള്ള കാര്യങ്ങളോട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഏതൊരു തുടക്കക്കാർക്കും വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ എന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഏത് പുതിയൊരാൾക്കും വെബ്സൈറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ അവർക്ക് വെബ്സൈറ്റിലൂടെ വരുന്ന ഓർഡറുകൾക്കാണ് കേട്ടോ ഇനി നമ്മുടെ ഓഫർ വരുന്നത്. ഇനി വെള്ളിയാഴ്ച മുതൽ നമ്മൾ വീണ്ടും വേറെ കുറച്ച് ഓഫറുകൾ കൊടുക്കണം. പല റേറ്റിലും പകുതി വിലയായിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് www.nishagandhi.in എന്നാണ്. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിനകത്ത് നമുക്ക് നേരത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, നമ്മുടെ കൊറിയർ ചാർജിനകത്തായിരുന്നു. ഇപ്പം നമ്മൾ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ UPI ഒക്കെ അതിനകത്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കാര്യമായിട്ട് ഇനി നമ്മൾ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. കാരണം ഓരോ എൻക്വയറീസ് വരുമ്പോഴും നമ്മൾ അവർക്ക് കാറ്റലോഗ് കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മുടെ മൊബൈൽ ഭയങ്കരമായിട്ട് ഹാങ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി വെബ്സൈറ്റിൽ വഴി നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എൻ്റെ ശബ്ദമല്ല കേട്ടോ. ഹായ്, nishakanthi.in എന്ന ഞങ്ങളുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഈ വെബ്സൈറ്റിലുള്ള ഐക്കണുകൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഓൾ കാറ്റഗറീസ് ആണ്. ഈ ഓൾ കാറ്റഗറീസിൽ നമ്മുടെ കാറ്റഗറീസുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. മാത്രമല്ല ഞങ്ങളുടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കോൺടാക്ട് നമ്പേഴ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ വിഷ് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് കാർട്ടിലോട്ട് ആഡ് ഓൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ്. ഇവിടെയും ഷോപ്പ് ബൈ കാറ്റഗറീസ്, സ്പെഷ്യൽ പ്രൈസസ്, ഷോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ എന്നിവയുണ്ട്. ഇതിനകത്ത് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ 2 ഫോട്ടോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ കാറ്റഗറീസ്. ഈ കാറ്റഗറിക്കൊപ്പം തന്നെ ഓരോരോ പ്രോഡക്റ്റുകളും വിത്ത് നെയിം ആൻഡ് പ്രൈസ്, ഇവിടുന്ന് തന്നെ എത്ര നമ്പേഴ്സുകൾ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആഡ് ടു കാർട്ട് എന്നിങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ വിഷ് ലിസ്റ്റിലോട്ട് ആഡ് ഓൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോ, ഈ ഭാഗത്ത് വിഷ് ലിസ്റ്റിലോട്ട് വരത്തക്ക വിധത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വിഷ് ലിസ്റ്റിലോട്ട് ഞാൻ ഒരു 3 പ്രോഡക്റ്റ് നമ്മുടെ വിഷ് ലിസ്റ്റിലോട്ട് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിനകത്തെ വിഷ് ലിസ്റ്റ് നമുക്ക് കാണിക്കാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ വിഷ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുള്ള വിഷ് ലിസ്റ്റിലുള്ള പ്രോഡക്റ്റുകൾ ഇവിടുന്ന് തന്നെ കാണാം. എന്നിട്ട് ആഡ് ടു കാർട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാർട്ടിലോട്ട് ഡീൽ ചെയ്യും. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടുന്ന് വിഷ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ബോഗെയിൻവില്ലയാണ് എനിക്ക് താല്പര്യം. ഞാൻ ബോഗെയിൻവില്ല ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. ഷോപ്പ് ബൈ കാറ്റഗറിയിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാറ്റഗറീസും കാണാൻ പറ്റും. ഇവിടുന്ന് ഞാൻ ആഡ് ഓൺ ചെയ്യുന്നത് ബോഗെയിൻവില്ല ബ്ലൂബെറിയും ബോഗെയിൻവില്ല പർപ്പിൾ ക്യൂൻ എന്ന് പറയുന്ന 2 പ്രോഡക്റ്റ് ആഡ് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും, നമുക്ക് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിന്റെ മുകൾ ഭാഗത്ത് തന്നെ നമ്മൾ ആഡ് ഓൺ ചെയ്ത പർച്ചേസ് ചെയ്തതിന്റെ എമൗണ്ട് ഇവിടെ കാണിക്കും. 220, 150 കൂടി 370 രൂപ ഇവിടെയുണ്ട്. എന്നതിന് ശേഷം നമ്മൾ ചെക്കൗട്ട് കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ മൊത്തം ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുവാണ്. മിസ്റ്റർ, ഇവിടെ നമ്മൾ ജസ്റ്റ് MK
MK ഷോപ്പ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ആഡ് ഓൺ ചെയ്തു, പേ നമ്മൾ കൊടുത്തു. പേ കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ നോക്കാം 220ഉം 150ഉം, ഒപ്പം ഇവിടെ ഷിപ്പിംഗ് മെത്തേഡിന് 140 റുപ്പീസ് ആണ് വരുന്നത്. എന്നതിന് ശേഷം നമ്മൾ ഇവിടെ ചെക്കൗട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് കൊടുത്തു, സ്റ്റേറ്റ് നമ്മുടെ കൊടുക്കുക. സോറി, ഇത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് നമ്മുടെ കേരള കൊടുക്കുക. സിറ്റി നമ്മുടെ നമ്മൾ മലപ്പുറം എന്ന് കൊടുത്തു. ദെൻ നമ്മൾ ചെക്കൗട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സിംഗ് പ്ലീസ് വെയിറ്റ് എന്ന് പറയും. കണ്ടോ, 510 രൂപയിലോട്ട് നമുക്ക് നവ്യ മാമിന് ക്യാഷ് ട്രാൻസാക്ട് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ സെറ്റാക്കി. ഓക്കെ, ഈ രൂപത്തിൽ ഐ ഹാവ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള രൂപത്തിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് പോകുന്നതാണ്. ഓക്കെ, ഈ രൂപത്തിലാണ് നമ്മുടെ വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു. ഇനി നമ്മളൊരു കാര്യം എടുത്ത് പറയുകയാണ്, വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് കൊടുക്കേണ്ടതെന്നാണ് കേട്ടോ. അതായത് പേര് വേണം, പോസ്റ്റ് ഓഫീസ് വേണം, ഡിസ്ട്രിക്റ്റ് വേണം, പിൻകോഡ് വേണം, ഫോൺ നമ്പർ എന്ന് നമ്മൾ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ ആയിരിക്കണം കേട്ടോ. വാട്സപ്പ് വഴി നമുക്ക് ഓർഡർ എടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും നിങ്ങളുടെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിക്കാം. പക്ഷേ വെബ്സൈറ്റ് വഴിയാകുമ്പോൾ കേരളത്തിനകത്ത് നിന്നും കേരളത്തിന് പുറത്തു നിന്നൊക്കെ ഓർഡർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ആയിരിക്കണം എന്നില്ല. അപ്പോൾ കറക്റ്റ് ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഓർഡർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങൾ ഓഫറുകളുടെ പെരുമഴയാണ് കേട്ടോ വരാനായിട്ട് പോകുന്നത്.